800 കോടിയിലധികം മനുഷ്യരുള്ള ഈ ലോകത്ത് ഒരാളിൽ നിന്നുള്ള ഒരു കാര്യം പോലും പൊറുക്കാതെ മനസ്സിൽ പകയായി കൊണ്ടു നടക്കുന്ന മനുഷ്യർക്ക് മുൻപിൽ അനേകായിരം തെറ്റുകൾ ചെയ്തിട്ടും അനേകായിരം പാപങ്ങൾ ചെയ്തിട്ടും ഇന്നും സ്നേഹക്കുറവ് കാണിക്കാതെ നമ്മെ സഹായിക്കുന്നതും സംരക്ഷിക്കുന്നതും സൃഷ്ടാവായ അല്ലാഹു തആലയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചതും മനുഷ്യരെ നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് കാരണം ഉടനെ തന്നെ അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തൊരു മനുഷ്യൻ പോലും ബാക്കിയുണ്ടാവുകയില്ലായിരുന്നു. എന്നിട്ടും തെറ്റ് ചെയ്യുന്ന മനുഷ്യരെ, രാത്രി വ്യഭിചരിച്ചവന് രാവിലെ ആയുസ് വെട്ടിക്കൊടുത്ത റബ്ബ്, മറ്റുള്ളവന്റേത് കുത്തിപ്പറിച്ചും കൊള്ളലാഭമെടുത്തും അവനവന്റെ ബാങ്ക് ബാലൻസ് വലുതാക്കിയവന് അവന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ജീവൻ കൊടുക്കുന്ന റബ്ബ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നതും ആ റബ്ബിനോളം നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റൊരാളും ഈ ലോകത്തില്ല. ഭർത്താവിന് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും തീരുമാനം മാറ്റുന്ന ഉമ്മത്തിനോട് അള്ളാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയൊരു വാക്കാണത്. ആ റബ്ബിനോളം നിങ്ങളെ സ്നേഹിക്കുന്നവൻ ഈ ലോകത്ത് മറ്റാരുമില്ല. അതിനേക്കാളേറെ മനുഷ്യൻ ചെയ്തു പോകുന്ന പാപങ്ങൾ പൊറുക്കാൻ ചില പ്രത്യേക കാലവും സമയവും ദിവസങ്ങളും അള്ളാഹു നിശ്ചയിച്ചു തന്നു എന്നുള്ളതും അള്ളാഹുവിന്റെ വലിയൊരു കാരുണ്യമാണ്. റമദാൻ മാസം പോലെ, അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പോലെ അള്ളാഹു മനുഷ്യർക്ക് നിശ്ചയിച്ചു കൊടുത്ത പകരം വെക്കാനില്ലാത്ത ദിനങ്ങളാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ള ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ. ആ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളെ പറ്റി ഹബീബായ നബി തങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി, ഈ 10 ദിവസത്തെ കർമ്മങ്ങൾ, അഫ്ളലു മിൻ അമലി ഫീ ഹാദിഹി, ഇതുപോലത്തെ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനില്ല. ഈ 10 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുൻപിൽ ചെയ്യാനില്ല. മറ്റൊരു ഭാഗത്ത് ഉലമാക്കൾ വ്യാഖ്യാനിച്ചു, റമദാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പോലെ, അതല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന റമദാൻ മാസത്തെക്കാളേറെ അവർക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് കൊടുക്കാനുള്ള ഏറ്റവും പുണ്യത്തിന്റെ ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ. ഇത് കേട്ട സമയത്ത് ഒരു സ്വഹാബി ചോദിച്ചു, ഖാലു വലൽ ജിഹാദ്, റസൂലേ, ജിഹാദിനേക്കാളും പുണ്യമാണോ ഈ 10 ദിവസത്തെ അമലുകൾ? ജിഹാദ് എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മാർഗത്തിൽ ശത്രുക്കളോട് യുദ്ധം നടത്താൻ സ്വന്തം ശരീരവും സമ്പത്തും എടുത്ത് യാതൊന്നും പ്രതീക്ഷിക്കാതെ പുറപ്പെട്ട് ഷഹീദാവുന്ന ഒരു ജിഹാദിന് ഇറങ്ങി പുറപ്പെടുന്നവനേക്കാൾ ശ്രേഷ്ഠതയുണ്ടോ റസൂലേ ഈ 10 ദിവസത്തെ അമലുകൾക്ക്? അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദിനേക്കാൾ നിങ്ങൾക്ക് ഈ 10 ദിവസത്തിൽ കൂലിയുണ്ട്. വീണ്ടും തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യൻ, ഖറജ യുഖാത്തിറു ബിനഫ്സിഹി, അവന്റെ സമ്പത്തും ശരീരവുമായി അവൻ ആ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. ഫലം യർജി ബിശൈഇൻ, പക്ഷെ ആ യുദ്ധക്കളത്തിൽ വെച്ച് അവൻ ഷഹീദായിട്ടുണ്ടെങ്കിൽ ആ ഷഹീദിനേക്കാൾ കൂലി വേറൊരാൾക്കുമില്ല. പക്ഷെ അവൻ ആ യുദ്ധത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ സമ്പത്തുകളും അവന്റെ ശരീരം ഉപയോഗിച്ച് റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധം നടത്തി തിരിച്ചു വരുന്ന ഒരു ജിഹാദിനേക്കാൾ കൂലിയുണ്ട് ഈ 10 ദിനരാത്രങ്ങളിൽ ഒരടിമ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക്. മറ്റൊരു റിവായത്തിൽ കാണാം, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ്, ഇതിനേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിനവും റബ്ബിന്റെ അരികിലില്ല. വലാ അഹബ്ബ ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്രി, ഈ 10 ദിവസത്തേക്കാൾ നന്മ പ്രവർത്തിക്കുന്നവർക്ക് വേറൊരു ദിനങ്ങളും കിട്ടാനുമില്ല. ഈ 10 ദിവസത്തെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അരികിൽ അതിനേക്കാളും അള്ളാഹുവിന് പ്രിയപ്പെട്ടതായിട്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഫക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം, ഫീഹിന്ന മിനത്ത് തഹ്ലീൽ, നിങ്ങൾ ആ രാവുകളിലും പകലുകളിലും നിങ്ങൾ തൗഹീദിന്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം. വത്തക്ബീരി, നിങ്ങൾ തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കണം, നാഥനെ പുകഴ്ത്തിക്കൊണ്ടും റബ്ബിന് ഇഷ്ടപ്പെട്ട അമലുകളെ കൊണ്ടും. വത്തഹ്മീദി, റബ്ബിന്റെ ആ സ്തുതിപാഠത്തോടുകൂടി നിങ്ങൾ ആ റബ്ബിലേക്ക് അടുത്തേക്കൊണ്ടേയിരിക്കണം. കാരണം ഈ 10 ദിനരാത്രങ്ങളെ പറ്റി അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയതാ. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ സാക്ഷ്യപ്പെടുത്തൽ, വൽ ഫജ്ർ വലയാലിൽ അശ്ർ, പുലരി തന്നെയാണ് സത്യം, ഈ 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം. മറ്റൊരു ഭാഗത്ത് റബ്ബ് ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകൾ ഈ നിശ്ചയിക്കപ്പെട്ട ദിനങ്ങളിൽ കൂടുതൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ആ 10 ദിനങ്ങളിൽ 2 ദിനങ്ങൾ നമ്മളെ ജീവിതത്തോട് യാത്ര ചോദിക്കുകയാണ്. എത്രത്തോളം നമ്മളെ അമലുകൾ
അള്ളാഹുവിന്റെ അരികിലേക്ക് ഏൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. തക്ബീറുകളെ കൊണ്ട്, തഹ്മീദുകളെ കൊണ്ട്. സഹാബാക്കളുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ അവർ ഈ 10 ദിവസം രാവിൽ ഉറക്കം നീക്കിവെച്ച് അള്ളാഹുവിനോട് അടുത്തുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നാഥന്റെ വിശുദ്ധ ഖുർആൻ നിരന്തരം അവർ പാരായണം നടത്തിയിരുന്നു. സാധ്യമാകുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി ഈ 10 ദിനരാത്രങ്ങളിൽ അവർ സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഈ 10 ദിനങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് കൂടുതൽ അടുക്കാൻ അള്ളാഹു നിശ്ചയിച്ചതായിരുന്നു ഈ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ. എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്ര പ്രത്യേകത? എന്താണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്ന ചോദ്യത്തിന് ലോകത്തുള്ള സർവ്വ ഉലമാക്കളും രേഖപ്പെടുത്തിയത് ഒരേ ഒരു കാര്യം: ഇസ്ലാമിന്റെ 5 സ്തൂപങ്ങളും ഒരുമിച്ച് കൂടുന്ന 10 ദിനം ഈ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളാണ്. ഇസ്ലാം നിലനിൽക്കുന്നത് 5 സ്തൂപങ്ങളിലാണ്. 1 ഷഹാദത്ത്, 2 നമസ്കാരം, 3 നോമ്പ്, 4 സക്കാത്ത്, 5 ഹജ്ജ്. ഈ 5 കാര്യങ്ങളും ഈ 10 ദിനരാത്രങ്ങളിൽ വരുന്നുണ്ട്. ഒന്നാമത്തത് ഷഹാദത്ത്. ആ ഷഹാദത്തിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് കഅബാലയത്തിങ്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒരേ വസ്ത്രം ധരിച്ച് ഒരേ മനസ്സോടെ, കറുത്തവൻ വെളുത്തവൻ എന്ന വ്യത്യാസമില്ലാതെ, ധനാഢ്യൻ ധനികൻ പാമരൻ എന്ന വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ മുൻപിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ തൗഹീദിന്റെ പ്രഖ്യാപനം, ലോകത്തിന്റെ ഖലീലുള്ള ഇബ്രാഹിം നബിയുടെ മില്ലത്തിന്റെ പ്രഖ്യാപനം. അതാണ് റബ്ബ് ചോദിച്ചതും ഫദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ. അള്ളാഹു തെരഞ്ഞെടുത്ത നബിമാരുടെ കൂട്ടത്തിലെ സുദ്ദീഖായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ, ഉലുൽ അസ്മിൽ അള്ളാഹ് രേഖപ്പെടുത്തിയ പ്രവാചകൻ, ആകാശ ലോകങ്ങളുടെ കൈകാര്യം അള്ളാഹു താല കാണിച്ചു കൊടുത്ത പ്രവാചകൻ, അള്ളാഹുവിന്റെ ഖലീലായി റബ്ബ് തെരഞ്ഞെടുത്ത പ്രവാചകൻ. അതിനേക്കാളേറെ സ്വർഗത്തിൽ അള്ളാഹു കൊടുത്ത സ്ഥാനം ഈ ലോകത്ത് കാണിച്ചു കൊടുക്കപ്പെട്ട പ്രവാചകൻ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതന് സ്വർഗം കാണിച്ചു കൊടുത്തപ്പോ ആ സ്വർഗത്തിലെ പൂന്തോട്ടത്തിൽ ചെറിയ കുഞ്ഞുങ്ങളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മധ്യവയസ്കനെയും കണ്ടു. ആരെന്ന് ചോദിച്ചപ്പം ജിബ്രീൽ തിരിച്ചു പറഞ്ഞ മറുപടി ഇന്നഹു ഇബ്രാഹിം, അത് ഇബ്രാഹിമാണ്. അള്ളാഹുവിന്റെ സ്വർഗം കൊണ്ട് ഉറപ്പ് ലഭിച്ച ലോകത്തിന്റെ ഖലീലായ ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ് ഇന്ന് മണ്ണിൽ ആളുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഉരുവിട്ട തൽബിയത്തിന്റെ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക. അല്ലാഹുവേ, നിനക്ക് ഞങ്ങൾ ഉത്തരം തന്നിരിക്കുന്നു. നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല റബ്ബേ, നീയല്ലാത്ത മറ്റൊരു മുൽക്കില്ല റബ്ബേ, നീയല്ലാത്ത മറ്റൊരാളും ഞങ്ങൾക്ക് സഹായമില്ല റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തൽബിയത്ത് ചൊല്ലി ഹാജിമാരതിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുഴങ്ങിക്കേൾക്കുന്ന ആ വാക്കുച്ചരിക്കുന്നതിൽ കേരളത്തിൽ നിന്നും പോകുന്ന മുസ്ലിമീങ്ങളുണ്ട്. പക്ഷെ ചിന്തിക്കേണ്ടത് കേരളത്തിലെ സർവ്വജാറങ്ങളിലും ചെന്ന് ബദരീങ്ങളെ കാക്കണേ, മമ്പർത്ത് തങ്ങളെ കാക്കണേ, മുനപ്പത്ത് തങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹായവും സംരക്ഷണവും തേടി ആ മണ്ണിൽ ചെന്ന് അള്ളാഹുവിനെ പുകയ്ത്തുന്നവരുടെ വാക്കിന്റെ നിരർത്ഥകത നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കണം. ഇക്കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കണ്ടു, യാത്രക്കിടയിൽ കാട്ടിൽ നിന്നും ഒരാന ആ വാഹനത്തിന്റെ നേരെ വരുമ്പോ നിന്റെ മമ്പർത്ത തങ്ങളെ എന്ന് വിളിക്കുന്ന ഒരു ഉമ്മത്തിനോട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലാൻ അർഹത വേണമെങ്കിൽ അള്ളാഹു അല്ലാത്തൊരു മുൽക്കില്ലെന്നും അള്ളാഹു അല്ലാത്തൊരു ഇലാഹില്ലെന്നും എല്ലാ പ്രാർത്ഥനകളും സുജൂദുകളും ആ റബ്ബിന്റെ മുൻപിലെ അർപ്പിക്കാവൂ എന്ന് മനസ്സുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവർക്ക് ആ തൽബിയത്തിന്റെ ഗുണം നാളെ റബ്ബിന്റെ കോടതിയിൽ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതായിരുന്നു ഇബ്രാഹിം നബിയുടെ മാതൃക. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ, വിജനമായ മരുഭൂമിയിൽ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിക്കുമ്പോ, ഒരിറ്റു ദാഹജലത്തിന് വേണ്ടി ഹാജറ റളിയല്ലാഹു അൻഹ മലകൾക്ക് മുകളിലേക്ക് ഓടിക്കയറുമ്പോ, വാപ്പാന്റെ കൈയിലേക്ക് അദ്ദേഹത്തിന്റെ കത്തിമുനയിലേക്ക് തന്റെ കഴുത്ത് നീട്ടിക്കാണിച്ചു കൊടുക്കുമ്പോ ആ പ്രവാചക കുടുംബത്തിന് ഒരൊറ്റ വിശ്വാസം മാത്രമേ ഉള്ളൂ: ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബെന്ന ബോധം. ഏതവസ്ഥയിലും ഏത് സങ്കടത്തിലും ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് ഹാജിമാർ ആ മക്കയിൽ നടത്തുന്നത്. ആ ഷഹാദത്ത് കലിമ, അതിന്റെ പ്രഖ്യാപനം ഹജ്ജായി അവിടെ നടക്കുന്നു. രണ്ടാമത്തത് നമസ്കാരം. ഇന്ന് ആ നമസ്കാരം ഈ 10 ദിനരാത്രങ്ങളിൽ നമ്മൾ നിർവഹിക്കാറുണ്ട്. മൂന്നാമത്തത് നോമ്പ്. അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച ദുൽഹിജ്ജ മാസത്തിലെ 9ന്റെ നോമ്പ്. അൻബഅൽ അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ഖാലത്ത്, അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിസ്അ ദുൽഹിജ്ജ, അല്ലാഹുവിന്റെ ഹബീബ് നോമ്പനുഷ്ഠിച്ചിരുന്നു. യസൂമു, അദ്ദേഹം നോമ്പനുഷ്ഠിച്ചിരുന്നു. തിസ്അ ദുൽഹിജ്ജ, ദുൽഹിജ്ജ 9. ഈ ദുൽഹിജ്ജ 9 എന്നുള്ളത് 9നും എന്ന് വ്യാഖ്യാനിച്ച ഉലമാക്കളുണ്ട്. ഒരാൾക്ക് തോന്നുന്നു ഈ 10 ദിവസത്തിന്റെ ഇടയ്ക്ക് 9 ദിവസം നോമ്പനുഷ്ഠിച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് എനിക്ക് കൂടുതൽ അടുക്കാൻ പറ്റും, നോമ്പ് മാറ്റാൻ ഞാൻ എല്ലാ തെറ്റുന്നും മാറി നിൽക്കും എന്നവന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ആ 9 ദിവസവും നോമ്പനുഷ്ഠിക്കാം. പക്ഷെ എന്ന് കരുതി 9ഉം നോൽക്കണം എന്ന് നമുക്ക് കണ്ടെത്താനും സാധ്യമല്ല. ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കി പിടിക്കണോ,
അവർക്ക് അങ്ങനെയും നോക്കാം. പക്ഷേ ദുൽഹിജ്ജ മാസത്തിന്റെ 9ാമത്തെ ദിനത്തിൽ അഥവാ 9-ന് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്നും അന്ന് നിങ്ങൾ ചെയ്ത നോമ്പിന്റെ കൂലിപ്രകാരം കഴിഞ്ഞു പോയ കാലത്ത് ചെയ്തതും വരാനിരിക്കുന്ന കാലത്ത് ചെയ്ത പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി. 4ാമത്തത് സക്കാത്ത്. എന്തിനായിരുന്നു സക്കാത്ത്? തസ്കിയത്ത്, പരിശുദ്ധപ്പെടുത്തുക. ഒരു മനുഷ്യന്റെ സമ്പത്ത് 100 രൂപ അള്ളാഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 2.5 മാലിന്യം അവൻ സാധുക്കൾക്ക് കൊടുക്കണം. അഥവാ അവന്റെ സമ്പത്തിന്റെ മാലിന്യമാണ് 2.5%. അത് അള്ളാഹു അവന് കൊടുത്തത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാ, സാധുക്കൾക്ക് നൽകാൻ വേണ്ടിയാ. അല്ലദീ യുഅ്തി മാലഹു യതസക്ക. റബ്ബ് നിങ്ങൾക്ക് മാല് തന്നു, ധനം തന്നു, നിങ്ങൾ അത് പരിശുദ്ധപ്പെടുത്തണം. അള്ളാഹ് തന്നതെല്ലാം എനിക്ക് വിഴുങ്ങാനുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് സാധുക്കൾക്ക് വേണ്ടി നീക്കിവെക്കണം. ആ സക്കാത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ അധ്വാനിച്ച സമ്പത്തിൽ നിന്ന് സാധുക്കളെയും കൂടി പരിഗണിച്ച് ഉദ്ഹിയ്യത്ത് അറുക്കുക എന്നുള്ളത്. ആ സമ്പത്ത് കൊണ്ട് വേറൊന്നും നേട്ടം വെക്കുന്നില്ല. അതാണ് റബ്ബ് പഠിപ്പിച്ചതും. ലൻ യനാലല്ലാഹു ലഹൂമുഹാ വലാ ദിമാഉഹാ. റബ്ബിന് അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അതിന്റെ തൊലിയോ ഇതൊന്നും അള്ളാഹുവിന് വേണ്ട. മറിച്ച് കൊടുക്കുന്നവന്റെ മനസ്സ്. അധ്വാനിച്ച സമ്പത്തിൽ നിന്നും മിച്ചം പിടിച്ച് നീക്കിവെച്ച് ഇബ്രാഹിം നബിയുടെ ചരിത്രം ആലോചിച്ച് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സ്നേഹിച്ച് റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് അവന്റെ സമ്പത്തിന്റെ ശുദ്ധീകരണമാ, അവന്റെ സമ്പത്തിന്റെ പരിശുദ്ധപ്പെടുത്തലുകളാ. ആ സക്കാത്തിന്റെ ഒരു ഭാഗവും ഈ 9 ദിവസത്തിന്റെ ഇടക്ക് 10 ദിവസത്തിന്റെ ഇടക്ക് നടക്കുന്നുണ്ട്. 5ാമത്തേത് ഹജ്ജ് എന്ന കർമ്മം. ആ ഹജ്ജിന്റെ കർമ്മം ആരംഭിക്കുന്നതും ഈ 9 ദിവസങ്ങൾക്കിടയിലാ. ആരംഭിച്ച് അയ്യാമു തശ്രീഖ് വരെ ആ കർമ്മങ്ങൾ നീങ്ങുന്നുണ്ട് എങ്കിൽ ഇസ്ലാമിന്റെ 5 കർമ്മങ്ങളും ഒരുമിച്ച് കൂടുന്ന ആ 10 സുദിനങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. വരാനിരിക്കുന്ന ദിനങ്ങളിൽ ആ ദിവസത്തിന്റെ ഭംഗിയോടെ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. ഇബാദത്തുകൾ ചെയ്തും ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തും വിശുദ്ധ ഖുർആൻ പാരായണം നടത്തിയും സാധ്യമാകുന്ന നന്മകൾ അധികരിപ്പിച്ചും നമുക്ക് റബ്ബിനോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ ഈ 10 ദിനരാത്രങ്ങളെ നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ. റമളാനിന്റെ അവസാനം സൂചിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ഷോപ്പുകളിൽ കയറിയിറങ്ങി സമയം കളയാനല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഷോപ്പിലേ പോകരുത്, ഒരു പുതുവസ്ത്രം വാങ്ങരുത് എന്ന അർത്ഥത്തിലല്ല. പണമുള്ളവർ പുതുവസ്ത്രം വാങ്ങട്ടെ, പണമില്ലാത്തവർ ഉള്ളതിൽ ഏറ്റവും നല്ല പുതുവസ്ത്രം ധരിക്കട്ടെ. അതാ ഇസ്ലാമിന്റെ മര്യാദ. അല്ലാതെ റമളാനല്ലേ, അറിവിന്റെ ദിവസല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ അറിവുള്ള സമയമല്ലേ, ഏതെങ്കിലും പഴയത് മതി എന്ന് ചിന്തിക്കരുത് എന്ന് മാത്രം. അതിനേക്കാൾ അപ്പുറം അള്ളാഹുവിന്റെ മാർഗത്തിൽ രാത്രികളിൽ ജീവിപ്പിക്കാൻ ശ്രമിക്കുക, കുടുംബത്തെ വിളിച്ചുണർത്തുക. റമളാനിൽ അവസാനിപ്പിച്ച രാത്രി നമസ്കാരത്തിൽ അല്പമെങ്കിലും ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമസ്കരിക്കുക. തഹജ്ജുദിന് കുടുംബത്തോടെ എഴുന്നേൽക്കുക. തഹജ്ജുദിന്റെ ഭംഗി മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. വാപ്പാരുമാർ ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം നടത്തുക. ചരിത്രങ്ങൾ, ഖുർആനിന്റെ ആയത്തുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നിലക്കട്ടെ 10 ദിനം നമ്മളുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ യൂട്യൂബിന്റെ ശബ്ദങ്ങൾ, വേണ്ടാത്ത പ്രാങ്കിന്റെ വീഡിയോകൾ, തോന്നിവാസ സിനിമകൾ, പാട്ടുകൾ ഇതെല്ലാം നിലപ്പിച്ചു കളഞ്ഞ് ആ 10 ദിനം എനിക്ക് എന്റെ റബ്ബിന്റെ അടുത്തേക്ക് എന്റെ കുടുംബത്തെ അടുപ്പിക്കണം എന്ന മനസ്സോടുകൂടി ഓരോ രക്ഷിതാക്കളും തയ്യാറായാൽ ഈ 10 ദിനത്തെക്കാൾ നമുക്ക് ഈ ലോകത്ത് നിന്നും പിന്നീട് വലുത് സമ്പാദിക്കാനുണ്ടാവുകയില്ല. ആ തിരിച്ചറിവോടുകൂടി ഈ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.